യെസ്, വെൽക്കം ടു എഡ്യൂസ് അക്കാഡമി. ഞാൻ ഷൈൻ സ്റ്റീഫൻ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ചെറിയ ടോപ്പിക്കാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല എക്സാംസിനും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക് കൂടെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു അനിമേഷൻ വീഡിയോയുടെ ഹെൽപ്പോട് കൂടെയാണ്. അതായത് നമ്മൾ അനിമേഷൻ വഴി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനിമേഷൻ വീഡിയോ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ആക്ച്വലി രണ്ട് രീതിയിലാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് അതിന്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അതുകൂടാതെ തന്നെ നമ്മൾ അനിമേഷൻ കൂടെ കാണുമ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫിക് മെമ്മറി, അതായത് നമുക്ക് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യങ്ങൾ കണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താ അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിചയം തോന്നുമല്ല. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ ആളിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ പേര് നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, പലപ്പോഴും നമുക്ക് അവരുടെ പേര് കിട്ടുന്നില്ല അല്ലെ. സോ അതാണ് നമ്മൾ ഈ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഈ കണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ മെമ്മറിയിൽ കൂടുതൽ കാലം നിൽക്കും, നമ്മൾക്ക് കൂടുതൽ കാലം നമ്മുടെ മെമ്മറിയിൽ നിലനിൽക്കും. അതേസമയം നമ്മൾ കേട്ട് മാത്രം പഠിച്ചു കഴിഞ്ഞാലോ നമുക്ക് പെട്ടെന്ന് അത് മറന്നു പോകും കേട്ടോ. സോ അതാണ് നമ്മുടെ ആക്ച്വലി അനിമേഷൻ ക്ലാസിന്റെ അല്ലെങ്കിൽ വിഷ്വൽ ഇഫക്റ്റിന്റെ ഹെൽപ്പോട് കൂടി പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം. സോ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒരു ചെറിയ ടോപ്പിക്കായ DVT നമുക്ക് അനിമേഷൻ വീഡിയോയുടെ ഹെൽപ്പോടെ പഠിക്കാം. ആദ്യം നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, അതിനുശേഷം നമ്മൾ കണ്ടന്റ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ എക്സാമിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം ഇവിടെ നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. സോ നമുക്ക് കണ്ടന്റിലേക്ക് പോകാം. സോ ഫസ്റ്റ് നമ്മൾ വീനസ് സർക്കുലേഷൻ. ഓക്കെ, വീനസ് സർക്കുലേഷൻ എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രണ്ട് വെസൽസ് ഉണ്ട്, ഒന്ന് ആർട്ടറിയും വെയിനും. സോ നമുക്ക് ഇവിടെ കാണാം കണ്ടോ, ഈ നീല നിറത്തിൽ കാണുന്നത് നമ്മുടെ വെയിൻസ് ആണ്, അതേസമയം ഈ ചുവന്ന നിറത്തിൽ കാണുന്നത് നമ്മുടെ ആർട്ടറീസ് ആണ് അല്ലേ. സോ നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ നിന്നുള്ള ബ്ലഡിനെ മുകളിലേക്ക് പമ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലോവർ എക്സ്ട്രിമിറ്റീസിൽ നിന്നുള്ള ബ്ലഡ് പമ്പ് ചെയ്ത് നമ്മുടെ വീനസ് റിട്ടേൺ കൂട്ടുന്നത്. വീനസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ വെയിൻസിൽ നിന്നുള്ള ബ്ലഡ് നമ്മുടെ ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ. സോ അതില് മെയിൻ ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതാണ് നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് അല്ലെങ്കിൽ നമ്മുടെ ലോവർ ലിംബിലെ മസിൽസ്. ഓക്കെ, സോ നമ്മൾ അതിനെ കാഫ് മസിൽ എന്നൊക്കെ പറയും. അതുകൂടാതെ നമ്മൾ കാഫ് മസിലിനെ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നും കൂടെ പറയും. കാരണം എന്താ, ഇത് ആക്ച്വലി നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ നിന്നുള്ള, അതായത് നമ്മുടെ കാലിൽ നിന്നുള്ള ബ്ലഡിനെ പമ്പ് ചെയ്ത് മുകളിലേക്ക് ഹാർട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു മേജർ റോള് വഹിക്കുന്നത് ഈ സ്കെലിറ്റൽ മസിൽസ് ആണ്. സോ അപ്പൊ നമുക്ക് ഈ ബ്ലഡ് വെറുതെ അങ്ങ് മുകളിലേക്ക് പോകത്തില്ല അല്ലെ. കാരണം എന്താ, ഇത് ഗ്രാവിറ്റി കാരണം താഴെ പൂൾ ചെയ്ത് നിൽക്കും. അപ്പൊ ഇത് നമ്മുടെ മസിൽസ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുകൂടാതെ ഇതെല്ലാം ഗാർഡ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ ഇതിനെല്ലാം പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നത് ഒരു ചെറിയൊരു മെക്കാനിസം ഉണ്ട്, അതായത് ഒരു വാൽവ് ഉണ്ട്. നമുക്ക് കണ്ട ഈ ഡയഗ്രത്തിൽ കാണാം ഒരു വാൽവ് ഉണ്ട്. സോ ഇതിനെന്താ പറയുന്നത്, വീനസ് വാൽവ് എന്ന് പറയും അല്ലെ. സോ വീനസ് വാൽവ് എന്താ ചെയ്യുക, താഴെ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ നിന്നുള്ള ബ്ലഡിനെ മുകളിലേക്ക് കൊണ്ടുപോയി നമ്മുടെ വീനസ് റിട്ടേണിനെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ വാൽവ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നോർമൽ ആയിട്ടുള്ള ഫിസിയോളജി നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. സോ സപ്പോസ് ഒരാൾക്ക് DVT അല്ലെങ്കിൽ ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ട് എന്ന് ഒന്ന് വിചാരിക്കുക കേട്ടോ. അതായത് എന്താണ് ഡീപ് വെയിൻ ത്രോംബോസിസ്? നമ്മുടെ ശരീരത്തിലെ ഡീപ് വെയിൻസ്, അതായത് നമ്മുടെ വെയിൻസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സൂപ്പർഫിഷ്യൽ വെയിൻസ്, അതാണ് നമ്മുടെ IV കാനിലേക്ക് ഇടുന്ന വെയിൻസ് ഉണ്ടല്ലോ. സോ അത് ആക്ച്വലി സൂപ്പർഫിഷ്യൽ വെയിൻസ് ആണ്, നമുക്ക് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനാണ് സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയുക. അതേസമയം ഡീപ് വെയിൻസ് എന്ന് പറഞ്ഞാലോ അത് നമ്മുടെ ഉള്ളിലുള്ളതാണ്, അതായത് കുറച്ചുകൂടെ ഡെപ്തിലുള്ള വെയിൻസിനാണ് നമ്മൾ ഡീപ് വെയിൻസ് എന്ന് പറയുക. സോ എന്താ സംഭവിക്കുന്നത്, ഡീപ് വെയിൻ ത്രോംബോസിസിലെ ഈ ഡീപ് വെയിൻസിൽ കേട്ടോ, ഈ ഡീപ് വെയിൻസിൽ എന്ത് സംഭവിക്കുന്നു, ത്രോംബസ് ഫോർമേഷൻ അല്ലെങ്കിൽ ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാകുന്നു. സോ നമുക്ക് ഈ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് കാണാം കേട്ടോ. ഇതിപ്പം നോർമലി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വെയിൻ ആണ്. അതിപ്പോ ഡിസീസ് കണ്ടീഷൻ വന്നിട്ട് എന്ത് ചെയ്തു, അത് പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ ബ്ലഡ് പ്രോപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നില്ല. അത് കാരണം എന്ത് സംഭവിക്കുന്നുണ്ട്, ക്ലോട്ട് അല്ലെങ്കിൽ ത്രോംബസ് നമ്മുടെ വെയിൻസിൽ ത്രോംബസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മുടെ വെയിൻ ആണ്. സോ നമ്മുടെ വെയിനിൽ ക്ലോട്ട് ഫോം ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ വെയിനിൽ ക്ലോട്ട് ഫോം ചെയ്തിരിക്കുകയാണ്. സോ ആ ക്ലോട്ട് എന്ത് ചെയ്യും, ആ ക്ലോട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡിസ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ശരീരത്തിൽ നിന്ന് അടർന്നു മാറി
എവിടെയാണോ ക്ലോട്ട് ഫോം ആയിരിക്കുന്നത് അവിടെ നിന്ന് അടർന്നു മാറി അത് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ചെറിയ വെസലിനെ പോയിട്ട് ഒബ്സ്ട്രക്ട് ചെയ്യും. സോ ഇവിടുന്ന് അടർന്നു മാറുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എംബോള എന്ന് പറയും. ഓക്കെ, എംബോള എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്ന ക്ലോട്ട്. അപ്പം മൂവിങ് ക്ലോട്ടിനെയാണ് നമ്മൾ എംബോള എന്ന് പറയുന്നത്. അപ്പൊ ഈ എംബോളയിൽ പോയിട്ട് വേറെ ഏതെങ്കിലും ചെറിയ ബ്ലഡ് വെസലിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. സോ അത് കോമൺ ആയിട്ട് ഇത് ഒബ്സ്ട്രക്ട് ചെയ്യുന്നത് നമ്മുടെ പൾമിനറി ബ്ലഡ് വെസൽസിനെയാണ്. ഓക്കെ, പൾമിനറി ബ്ലഡ് വെസൽസിനെ അത് ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൾമിനറി എംബോളിസം സംഭവിക്കും. ഓക്കെ, ആ കണ്ടീഷൻ നമ്മൾ പറയുന്ന പേരാണ് പൾമിനറി എംബോളിസം. അതേസമയം ഈ ക്ലോട്ട് പോയിട്ട് നമ്മുടെ സെറിബ്രൽ ബ്ലഡ് വെസൽസിനെ, നമ്മുടെ ബ്രെയിനിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനെ അത് ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് CVA, സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നൊക്കെ പറയുന്ന ആ കണ്ടീഷൻ ഉണ്ടാകും. അതേസമയം ഈ മൂവ് ചെയ്യുന്ന ക്ലോട്ട് ഉണ്ടല്ലോ, ഈ എംബോളെ, ഇത് പോയിട്ട് നമ്മുടെ കൊറോണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, നമ്മുടെ ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസൽസിനാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. സോ ഈ കൊറോണറി ആർട്ടറീസിനെ ഇത് ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാകും. അപ്പോൾ പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ ഡീപ് വെയിൻ ത്രോംബോസിസിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡീപ് വെയിൻസിൽ എവിടെയെങ്കിലും ഇതുപോലെ ഒരു അതിന്റെ ഇൻഎഫക്ട് അല്ലെങ്കിൽ മാൽ ഫംഗ്ഷനിങ് വന്നിട്ട് അവിടെ ഇതുപോലെ ക്ലോട്ട് ഫോം ചെയ്യും. ആ ക്ലോട്ട് എന്ത് ചെയ്യും? അവിടെ നിന്ന് ആ ക്ലോട്ട് ഡിസ്ലോഡ്ജ് ആവും. ആ ക്ലോട്ട് ഡിസ്ലോഡ്ജ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് പോയിട്ട് ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസിനെ ഒബ്സ്ട്രക്ട് ചെയ്യും. അതുകൂടാതെ തന്നെ ഇതിപ്പം ഇവിടെ ക്ലോട്ട് ഫോം ചെയ്യുന്നു, ഇവിടെ വാൽവ് കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അവിടെയുള്ള ബ്ലഡ് സപ്ലൈ കുറയും, ബ്ലഡ് പൂളിംഗ് ഉണ്ടാവും. അത് കാരണം അവിടെ അൾസർ അല്ലെങ്കിൽ ഊൺ ഫോർമേഷൻ അല്ലെങ്കിൽ അൾസർ ഫോർമേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ആക്ച്വലി DVT സംഭവിക്കുക. ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ നെക്സ്റ്റ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, പൾമിനറി എംബോളിസം. ഇവിടെ കണ്ടോ, ഈ ക്ലോട്ട് ഇവിടെ നിന്ന് ഡിസ്ലോഡ്ജ് ആയി നമ്മുടെ സർക്കുലേഷൻ ഇപ്പം നമ്മുടെ വെയിൻസിലേക്ക് പോയിട്ട് നമ്മുടെ ഇൻഫീരിയർ വീനക്കാവ വഴി കണ്ടോ, ഇവിടുന്ന് ഇൻഫീരിയർ വീനക്കാവ വഴി അത് റൈറ്റ് ഏട്രിയത്തിൽ വന്നു, റൈറ്റ് വെൻട്രിക്കിളിൽ വന്നു, അവിടെ നിന്നായത് പൾമിനറി ആർട്ടറി വഴി നമ്മുടെ പൾമിനറി സർക്കുലേഷനിൽ പോകുന്നു. പൾമിനറി ആർട്ടറിയെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിനകത്ത് ഒബ്സ്ട്രക്ട് ചെയ്യും. ഓക്കെ കേട്ടോ. അപ്പൊ ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയും പൾമിനറി എംബോളിസം എന്ന് പറയും. അപ്പൊ പേഷ്യന്റിന് പലതരത്തിലുള്ള ചെസ്റ്റ് പെയിൻ, ഡിസ്നിയ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, അങ്ങനെ പലതരത്തിലുള്ള സിംറ്റംസ് ഉണ്ടാകും. ചില സമയങ്ങളിൽ അത് പേഷ്യന്റിന്റെ ഡെത്തിലേക്ക് വരെ നയിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആക്ച്വലി DVT പൾമിനറി എംബോളിസം ഉണ്ടാകുന്നത്. സോ നമുക്ക് ഇതിന്റെ തിയററ്റിക്കൽ പാർട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നമ്മള് DVT അല്ലെ, DVTയുടെ ഒരു അനിമേഷൻ ആദ്യം കണ്ടു കഴിഞ്ഞു. ഇനി അതിന്റെ തിയററ്റിക്കൽ പാർട്ടാണ്. അപ്പം അനിമേഷൻ മാത്രമല്ല, ഈ തിയററ്റിക്കൽ പാർട്ടും ഫുൾ ആയിട്ട് കാണുക. കാരണം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ കണ്ടന്റ് കവർ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ ഡീപ് വെയിൻ ത്രോംബോസിസ് ഞാൻ പറഞ്ഞു, അതൊരു വീനസ് ഡിസോർഡർ ആണ്. അതായത് നമ്മുടെ വെയിൻസിനെ, നമ്മുടെ ശരീരത്തിലെ ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽസ് ആണല്ലോ വെയിൻ അല്ലെ. ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് പ്യൂരിഫൈഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ പല പാർട്സിലേക്ക് പമ്പ് ചെയ്യുന്ന ചെറിയ ബ്ലഡ് വെസൽസ് ആണ്, അല്ലെങ്കിൽ ചെറിയ കുഴല് പോലെ പൈപ്പ് പോലെയുള്ള സ്ട്രക്ചർ ആണ് നമ്മുടെ ആർട്ടറി എന്ന് പറയുന്നത്. അതേസമയം വെയിൻ എന്ന് പറഞ്ഞാൽ നോൺ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യൂർ ബ്ലഡ് എന്നൊക്കെ നമ്മൾ പറയുന്ന നമ്മുടെ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിലേക്ക് കൊണ്ടുപോവുക, അതായത് പ്യൂരിഫിക്കേഷന് വേണ്ടി ലങ്സിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഫംഗ്ഷൻ ആണ് നമ്മുടെ വെയിൻസിന് ഉള്ളത്. സോ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്താണ്? അത് ബ്ലഡ് ക്ലോട്ട് ആണ്. നമുക്കറിയാം അല്ലെ, ത്രോംബോസിസ് അല്ലെങ്കിൽ ത്രോംബസ് എന്ന് പറഞ്ഞാൽ അത് ക്ലോട്ട് ആണ് അല്ലെ. ത്രോംബസ് എന്ന് പറഞ്ഞാൽ അത് ക്ലോട്ട് ആണ്. സോ DVTയിൽ എന്താ സംഭവിക്കുക? ബ്ലഡ് ക്ലോട്ട്. ഓക്കെ, ബ്ലഡ് ക്ലോട്ട് എവിടെ ഫോം ചെയ്യുന്നു? ഇൻ വൺ ഓർ മോർ ഡീപ് വെയിൻസ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് സൂപ്പർഫിഷ്യൽ വെയിൻസ് ഉണ്ട്, ഡീപ് വെയിൻസ് ഉണ്ട്. സോ ഡീപ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്തതിനു ശേഷം എന്ത് ചെയ്യും? അത് ഡീപ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നതിന് ആണ് നമ്മൾ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഇൻ ദ ലോവർ എക്സ്ട്രിമിറ്റീസ് സച്ച് ആസ് ദ ലെഗ്സ് ഓർ ദ തൈസ്. ഓക്കെ, ലോവർ എക്സ്ട്രിമിറ്റീസിലാണ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഈ DVT കണ്ടുവരുന്നത്. സോ ദർ ഇസ് എ റിസ്ക് ഓഫ് പൾമിനറി എംബോളിസം. നമുക്ക് പൾമിനറി എംബോളിസം ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ ഫോം ചെയ്യാനുള്ള ഒരു റിസ്ക് ഉണ്ട്. എവിടെ നിന്ന്? ഈ ഡീപ് വെയിൻ ത്രോംബോസിസിൽ നിന്ന്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാം. നമ്മൾ ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആക്ച്വലി വീഡിയോയിൽ കണ്ടിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയാണ്. ഇതാണ് നമ്മുടെ ഹെൽത്തി വെയിൻ. അപ്പൊ നമുക്ക് വാൽവ് ഉണ്ട്. വാൽവ് നമ്മുടെ ബ്ലഡിന് മുകളിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു.
അല്ലെങ്കിൽ അതിന്റെ വൺ വേ ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എന്ത് സംഭവിക്കും, ഈ വാൽസിന് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന ആക്ച്വലി ഈ വാൽസ് ഇൻകോമ്പീറ്റന്റ് ആകുന്നു, അല്ലെങ്കിൽ വാൽസ് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാതെ വരുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നു കണ്ടോ, ഈ വാൽസിന്റെ ചുറ്റും ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നു അല്ലെ, ബ്ലഡ് ക്ലോട്ട് ചെയ്തിരിക്കുന്നു. സോ അല്ലെങ്കിൽ ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കുന്നു. സോ ബ്ലഡ് പൂൾ ചെയ്യുമ്പോൾ അതിന് തനതായ ഒരു ടെൻഡൻസി ഉണ്ട്, അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എന്താണ്, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ നമുക്ക് ഈ ഡയഗ്രത്തിൽ കാണാൻ കണ്ടോ, ബ്ലഡ് എന്ത് ചെയ്യുന്നു, അത് ക്ലോട്ട് ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്തിരിക്കുന്നു. സോ കുറെ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ആ ക്ലോട്ട് അവിടെ നിന്ന് ഡിസ്ലോഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് ആ ക്ലോട്ട് ഇളകുന്നു. സോ അങ്ങനെ ക്ലോട്ട് ഇളകിയിട്ട് അത് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എംബോളസ് അല്ലെങ്കിൽ എംബോള എന്ന് പറയുന്നത്. സോ നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ത്രോംബസ് ഫോർമേഷൻ, അതായത് DVT ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോ ഒന്നാമത്തെ കാര്യം, വീനസ് സ്റ്റാസിസ് ഫ്രം വെരിക്കോസ് വെയിൻസ്. നമുക്ക് വെരിക്കോസ് വെയിൻസ് നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. സോ വെരിക്കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വെരിക്കോസിറ്റീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബൾജിങ് ഓഫ് ദ വെയിൻസ് ഉണ്ടാവും. സോ അതാണ് വെരിക്കോസ് വെയിൻ. അപ്പം വെരിക്കോസ് വെയിൻ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, വീനസ് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെയിനില് ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കും കേട്ടോ. അപ്പൊ വീനസ് സ്റ്റാസിസ് ഫ്രം ദ വെരിക്കോസ് വെയിൻസ്. ദെൻ ഹാർട്ട് ഫെയിലിയർ. ഓക്കെ, ഹാർട്ട് ഫെയിലിയറിൽ എന്താ സംഭവിക്കുന്നത്, ഹാർട്ടിന് പ്രോപ്പർ ആയിട്ട് ബ്ലഡിനെ പമ്പ് ഔട്ട് ചെയ്ത് കളയാൻ പറ്റില്ല അല്ലെ, ബ്ലഡ് ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് പ്രോപ്പർ ആയിട്ട് പമ്പ് ചെയ്ത് പോകുന്നില്ല. സോ വീനസ് സ്റ്റാസിസ് ഫ്രം വെരിക്കോസ് വെയിൻ, പിന്നെ ഹാർട്ട് ഫെയിലിയർ. മൂന്നാമതായിട്ട് എന്താണ്, ഇമ്മൊബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം സപ്പോസ് പേഷ്യന്റിന് കംപ്ലീറ്റ് ബെഡ് റിട്ടേൺ ആണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പേഷ്യന്റ് ബെഡ് റെസ്റ്റ് ആണ്. സോ ആ കേസിൽ എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഒരിടത്ത് തന്നെ പൂൾ ചെയ്ത് കിടക്കുന്നു. സോ ആ ബ്ലഡ് എവിടെ ഒരുമിച്ച് പൂൾ ചെയ്ത് കിടന്നു കഴിഞ്ഞാലും എന്താ സംഭവിക്കുക, അത് ബ്ലഡിന് ക്ലോട്ട് ആകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ അത് കാരണവും ഈ DVT അല്ലെങ്കിൽ ഡീപ് വെയിൻ ത്രോംബോസിസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഡിസോർഡേഴ്സ്. അത് നമ്മൾ വരുന്ന സ്ലൈഡ്സിൽ ഡിസ്കസ് ചെയ്യും. ചില ഡിസോർഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, അവിടെ ബ്ലഡിന് ഒരു ടെൻഡൻസി ഉണ്ട്, ഹൈപ്പർ കൊയാഗുലബിലിറ്റി. എന്താണ് ഹൈപ്പർ എന്ന് പറഞ്ഞാൽ കൂടുക അല്ലെ, കൂടുതൽ. കൊയാഗുലബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കൊയാഗുലേഷൻ, അതായത് ക്ലോട്ട് ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ചില അസുഖങ്ങളിൽ കൂടുതലാണ്. സോ അതിനാണ് നമ്മൾ ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുക. മൂന്നാമത്തെ കാര്യം എന്താണ്, ഇഞ്ചുറി ടു വെയിൻ വാൾസ്, അതായത് നമ്മുടെ വെയിൻസ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞു നേരത്തെ നമ്മുടെ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ഈ പൈപ്പ് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിനെയാണ് നമ്മൾ വെയിൻസ് എന്ന് പറയുന്നത്. സോ അപ്പൊ ആ വെയിനിന്റെ വാളിന് അല്ലെങ്കിൽ അതിന്റെ ലെയേഴ്സിന് എന്തെങ്കിലും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അതും ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതിനാണ് ത്രോംബസ് ഫോർമേഷൻ അല്ലെങ്കിൽ ക്ലോട്ട് ഫോം ചെയ്യാനായിട്ട്. എക്സാമ്പിൾ ഫ്രോം IV ഇഞ്ചക്ഷൻസ്, അതായത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ വെസൽ വാൾസിനൊക്കെ ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. നാലാമത്തെ കാര്യമായിട്ട് പറയുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് വെസൽ ഇറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വെസൽ ഇറിറ്റൻസ് ആണ്. അതായത് നമ്മുടെ ബ്ലഡ് വെസൽസിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില ഡ്രഗ്സ് നമ്മൾ കൊടുക്കാറുണ്ട്, ലൈക്ക് കീമോതെറാപ്പി. ഓക്കെ, ക്യാൻസർ കീമോതെറാപ്പിയിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സ് ഈ നമ്മുടെ വെയിൻസിനൊക്കെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്യും. സോ അതുകൊണ്ടാണ് നമ്മൾ സെൻട്രൽ ലൈനിൽ കൂടെയോ അല്ലെങ്കിൽ ലാർജർ വെയിനിൽ കൂടെയോ ഒക്കെ കീമോതെറാപ്പി കൊടുക്കണം എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈപ്പർടോണിക് സൊല്യൂഷൻ. എക്സാമ്പിൾ പറയാമോ, ഹൈപ്പർടോണിക് സൊല്യൂഷന്റെ എക്സാമ്പിൾ, അതായത് 3% സലൈൻ എന്നൊക്കെ നമ്മൾ പറയത്തില്ല, 3% സലൈൻ. സോ 3% സലൈൻ, അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് നോർമൽ സലൈൻ ആണ്, അത് 0.9% സലൈൻ ആണ് അല്ലെ, 0.9% സലൈനെയാണ് നമ്മൾ NS എന്നൊക്കെ പറയുക അല്ലെ. സോ അതുപോലെയല്ല. സോ നമുക്ക് ഹൈപ്പർടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 3% NS, പിന്നെ മാനറ്റോൾ ഒക്കെ ഉണ്ടല്ലോ. സോ അതൊക്കെ ഹൈപ്പർടോണിക്, അതായത് നമ്മളെ ബ്ലഡിനെക്കാളും കോൺസെൻട്രേഷൻ കൂടിയ സൊല്യൂഷൻസ് ആണ്. സോ ഇതൊക്കെ വെസൽ ഇറിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. സോ അത് നമ്മുടെ ത്രോംബസ് ഫോർമേഷനിൽ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അതുകൂടാതെ തന്നെ ഫോളോയിങ് സർജറി ലൈക്ക് ഓർത്തോ സർജറി, ദെൻ അബ്ഡോമിനൽ സർജറി, ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ സർജറി കഴിഞ്ഞാൽ ഇമ്മൊബിലിറ്റി, പേഷ്യന്റിനെ ഇമ്മൊബിലൈസ് ചെയ്യും, പേഷ്യന്റ് നടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ചിലപ്പം ഈ ലാർജ് ക്ലോട്ട് ഫോർമേഷന് കൂടുതലായിട്ട് ചാൻസ് ഉള്ള കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് എന്താ വരിക, പ്രഗ്നൻസി. ഓക്കെ, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ നാച്ചുറലി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമ്മൾ OG പഠിച്ചിട്ടുണ്ട്, പ്രഗ്നൻസി ഈസ് എ
ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് അല്ലെ, അത് നേച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് തന്നിരിക്കുന്ന ഒരു കാര്യമാണ് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ. അതൊരു ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് പ്രഗ്നൻസി കഴിയുമ്പോൾ പ്രഗ്നൻസിയുടെ എൻഡില് ഡെലിവറി വരും. അപ്പൊ ഡെലിവറി വരുമ്പോഴത്തേക്ക് ഇവർക്ക് ബ്ലീഡിങ് ഉണ്ടാകാൻ പാടില്ല, ബ്ലീഡിങ് അല്ല എക്സസീവ് ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകാൻ പാടില്ല. സോ അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസിയിലെ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള റീസൺ അതാണ്. സോ ഈ ഹൈപ്പർ കൊയാഗുലബിലിറ്റി ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രോത്രോംബിൻ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ത്രോംബിൻ ഫാക്ടേഴ്സ് കൂടുതലായിട്ട് പ്രഗ്നൻസിയുടെ ടൈമിൽ കാണും. ലൈക് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 7, ഓക്കെ, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 7, then ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 8, then ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് 10 ഒക്കെ കൂടുതലായിട്ട് പ്രഗ്നൻസിയുടെ ടൈമിൽ കാണും. സോ അതുകൊണ്ടാണ് ഈ പ്രഗ്നൻസിയുടെ ടൈമിൽ ഈ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാകാനുള്ള റിസ്ക് കൂടുതലാണെന്ന് പറയുന്നത്. കൂടാതെ യൂസ് ഓഫ് OCP. എന്താണ് OCP? ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് അല്ലേ. സോ ഈ OCPയിലെ ഈസ്ട്രജൻ, ഓക്കെ, ഈസ്ട്രജൻ, then പ്രൊജസ്റ്റിൻ, ഓക്കെ, ഈസ്ട്രജനും പ്രൊജസ്റ്റിനും ഒക്കെ കൂടുതലായിട്ട് അടങ്ങിയിരിക്കും. സോ ഈ ഹോർമോൺസ് എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ കൊയാഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ അതും ഈ ഒരു ത്രോംബസ് ഫോർമേഷന് ഒരു റിസ്ക് ഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യും. കൂടാതെ ഫ്രാക്ചർ ഓഫ് പെൽവിസ് അല്ലെങ്കിൽ ഫ്രാക്ചർ ഓഫ് ലോങ് ബോൺസ് എല്ലാം ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നു കേട്ടോ. സോ ഇതിന്റെ ഇറ്റിയോളജി, അതായത് ഇറ്റിയോളജി ഓഫ് DVT, ഓക്കെ, DVTയുടെ ഇറ്റിയോളജി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ട്രയാഡിനെയാണ് നമ്മൾ പറയുന്നത് വെർച്ചോവ്സ് ട്രയാഡ്, ഓക്കെ, വെർച്ചോവ്സ് ട്രയാഡ് എന്ന് പറയുന്നത്. സോ ഇതിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങളാണ്. 1 ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ്, 2 വീനസ്റ്റാസിസ്, 3 എൻഡോത്തീലിയൽ ഇഞ്ചുറി. ഇങ്ങനെ 3 കാര്യങ്ങൾ കൂടിയതാണ് വെർച്ചോവ്സ് ട്രയാഡ്. ഇവിടെ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണന്റ് ഓഫ് വെർച്ചോവ്സ് ട്രയാഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാം. അപ്പൊ വെർച്ചോവ്സ് ട്രയാഡിൽ ഈ ട്രയാഡ് എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്. സോ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ്, 2 വീനസ്റ്റാസിസ്, 3 എൻഡോത്തീലിയൽ ഇഞ്ചുറി. അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഈ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? 1 അക്യൂട്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫേസ്, 2 ക്യാൻസർ, ദെൻ ത്രോംബോഫീലിയ, പിന്നെ ഈസ്ട്രജൻ തെറാപ്പി, പ്രഗ്നൻസി ആൻഡ് പോസ്റ്റ്മോർട്ടം പീരീഡ്, ദെൻ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതുകൂടാതെ വീനസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? 1 ഇമ്മൊബിലിറ്റി ഓർ പാരാലിസിസ്, പേഷ്യന്റ് ഇമ്മൊബൈലായിട്ട് ഇരിക്കുന്ന പേഷ്യന്റ് മൂവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പാരലൈസ്ഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ പേഷ്യന്റ് കൂടുതലായിട്ട് മൂവ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല അല്ലെ. സോ അപ്പം ഈ ബ്ലഡ് എപ്പോഴൊക്കെ പൂൾ ചെയ്ത് കഴിഞ്ഞാലും അവിടെ എന്ത് സംഭവിക്കും? ക്ലോട്ട് ഫോർമേഷൻ ആയിട്ട് നല്ല ചാൻസ് ഉണ്ട്. ഹാർട്ട് ഫെയിലിയർ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ വീനസ് ഇൻസഫിഷ്യൻസി ഓർ വെരിക്കോസ് വെയിൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുകൂടാതെ വീനസ് ഒബ്സ്ട്രക്ഷൻ ഫ്രം ട്യൂമർ, ഒബീസിറ്റി ഓർ പ്രഗ്നൻസി. അപ്പം ഈ പ്രഗ്നൻസിയിൽ വരുമ്പോഴത്തേക്ക് അത് ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ് ആണ്. അതുകൂടാതെ തന്നെ നമ്മൾ ഇൻഫീരിയർ വീനക്കാവ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് OBGയിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ഈ എൻലാർജ്ഡ് ആയിട്ടുള്ള നമ്മുടെ യൂട്രസ് പോയിട്ട് എന്ത് ചെയ്യും? ഇൻഫീരിയർ വീനക്കാവെ കംപ്രസ് ചെയ്യും. അപ്പോഴത്തേക്ക് ഈ വീനസ് റിട്ടേണിനെ ഇതിലും കുറയ്ക്കും. അപ്പോഴും വീനസ് സ്റ്റാസിസ് വരും. സോ ഇതൊക്കെ എന്ത് ചെയ്യുന്നു? ക്ലോട്ട് ഫോർമേഷന് ആയിട്ട് ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? എൻഡോത്തീലിയൽ ഇഞ്ചുറി. എന്താണ് എൻഡോത്തീലിയൽ ഇഞ്ചുറി എന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡ് വെസൽസിൽ വരുന്ന ഇഞ്ചുറി ആണ് അല്ലേ. സോ അത് സർജറിയുടെ പാർട്ടായിട്ട് വരാം, അതല്ല എന്തെങ്കിലും ട്രോമ കൊണ്ടുവരാം. അതായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രീക്വന്റ് ആയിട്ട് IV കാനലൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും എൻഡോത്തീലിയൽ ഇഞ്ചുറി ഉണ്ടാകാം. കൂടാതെ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ, ദെൻ അതെറോസ്ക്ലെറോസിസ്. എന്താണ് അതെറോസ്ക്ലെറോസിസ്? ഹാർഡനിങ് ഓഫ് ദ ആർട്ടറീസ് അല്ലേ, അതാണ് അതെറോസ്ക്ലെറോസിസ്. ദെൻ ഹാർട്ട് വാൽവ് ഡിസീസ് ഓർ ഹാർട്ട് വാൽവ് റീപ്ലേസ്മെന്റ്. സോ ഇതൊക്കെ എൻഡോത്തീലിയൽ ഇഞ്ചുറിക്ക് ഒരു കാരണമായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. സോ നമുക്ക് വെർച്ചോവ്സ് ട്രയാഡ് നിങ്ങൾ എപ്പോൾ ചോദിച്ചാലും പറയണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെ അതിലുള്ള പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ കമ്പോണൻസ്? 1 ഹൈപ്പർ കൊയാഗുലബിൾ സ്റ്റേറ്റ്, 2ാമത്തേത് വീനസ്റ്റാസിസ്, 3ാമത്തേത് എൻഡോത്തീലിയൽ ഇഞ്ചുറി. കേട്ടോ, ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ്. 2ാമത്തെ കാര്യം നമ്മൾ DVTയുടെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? ഓക്കെ, സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? 1ാമത്തെ കാര്യം അതില് കാഫ് ഓർ ഗ്രോയിൻ ടെൻഡർനെസ് ഓർ പെയിൻ വിത്ത് ഓർ വിത്തൗട്ട് സ്വെല്ലിംഗ്. അതായത് കാഫ് മസിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാഫ് മസിൽസില് അല്ലെങ്കിൽ ഗ്രോയിനിലെ ടെൻഡർനെസ് ഉണ്ടാകും. ഓക്കെ, നമ്മൾ തൊടുമ്പോഴത്തേക്ക് അത് നല്ല ടെൻഡർ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ പൊട്ടാൻ കണക്കിന് അത്രയും വീർത്തിരിക്കും. ഓക്കെ, ഓർ പെയിൻ വിത്ത് ഓർ വിത്തൗട്ട് സ്വെല്ലിംഗ്. ദെൻ വാം സ്കിൻ വിച്ച് ഈസ് ടെൻഡർ ടു ടച്ച്. അഗെയിൻ ഈ സ്കിന്നെ അവിടെ അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ്? ലോക്കലൈസ്ഡ് ഇൻഫ്ലമേഷൻ ഉണ്ടാകും. സോ അതുകൊണ്ടാണ് സ്കിൻ വാം ആകുന്നതും ഈ
ടെൻഡർ ടു ടച്ച്, തൊടുമ്പോഴത്തേക്ക് ഒന്ന് വീർത്തിരിക്കുന്നതും അതുകൊണ്ടാണ്. എന്താണ് ഈ ലോക്കലൈസ്ഡ് ഇൻഫ്ലമേഷൻ ആണ് അതിന്റെ റീസൺ. അതുകൂടാതെ മൂന്നാമത്തെ കാര്യം ഒരു സൈൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻ ആണ്. നമ്മൾ DVT പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈൻ ആണ്, അതാണ് പോസിറ്റീവ് ഹോമാൻ സൈൻ. എന്താണ് പോസിറ്റീവ് ഹോമാൻ സൈൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അതായത് പെയിൻ ഇൻ ദ കാഫ് മസിൽ ഓൺ ഡോർസി ഫ്ലെക്ഷൻ, അതായത് ഫൂട്ട് ഡോർസി ഫ്ലെക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കാഫ് മസിൽ സിവിയർ പെയിൻ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഹോമാൻ സൈൻ എന്ന് പറയുന്നത്. സോ ഹോമാൻ സൈൻ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഡോർസി ഫ്ലെക്ഷൻ ടെസ്റ്റ്. അതായത് ഹോമാൻ സൈന് വേറൊരു പേരുണ്ട്, എന്താണ്? ഡോർസി ഫ്ലെക്ഷൻ ടെസ്റ്റ്. സോ ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഹോമാൻ സൈനെ എലിസിറ്റ് ചെയ്യുന്നത്? സോ വെൻ ദ പേഷ്യന്റ് ലൈങ് ഡൗൺ ദ എക്സാമിനർ സപ്പോർട്ട്സ് ദ പേഷ്യന്റ് ലെഗ്, അതായത് പേഷ്യന്റ് ബെഡിൽ തന്നെ കിടക്കുമ്പോൾ നമ്മൾ എക്സാമിനർ എന്ത് ചെയ്യും? പേഷ്യന്റ് ലെഗിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യും. ദെൻ ദ നീസ് കെപ്റ്റ് സ്ലൈറ്റ്ലി ബെൻഡ്. ഓക്കെ, നീ എന്ത് ചെയ്യും? പതിയെ സ്ലൈറ്റ് ആയിട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യും? എക്സാമിനർ ഡോർസി ഫ്ലെക്സസ് ദ ഫൂട്ട്. എന്ത് ചെയ്യുന്നു? ഫൂട്ടിനെ, സോ സപ്പോസ് ഇത് ഫൂട്ട് ആണെങ്കിൽ അതിനെ ഡോർസി ഫ്ലെക്സ് ചെയ്യും. ഓക്കെ, എന്താണ് ഈ ഡോർസി ഫ്ലെക്ഷൻ? അതായത് ഈ ഫൂട്ടിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഫ്ലെക്സ് ചെയ്യുമല്ലോ, അതിനാണ് നമ്മൾ ഡോർസി ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. അതേസമയം തന്നെ താഴേക്ക് ഫ്ലെക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അതിനെ പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറയും അല്ലെ? അതിനെ പ്ലാന്റാർ ഫ്ലെക്ഷൻ എന്ന് പറയും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഡോർസി ഫ്ലെക്ഷൻ ഓഫ് ദ ഫൂട്ട് ആണ്. എന്താണത്? ജെല്ലി ബെൻഡ്സ് ദ ഫൂട്ട് അപ്വേർഡ് ടുവേർഡ്സ് ദ ഷിൻ. ഓക്കെ, ഷിൻ ബോണിന്റെ ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ ഫൂട്ടിനെ നമ്മൾ ഫ്ലെക്സ് ചെയ്യുന്നു. സോ അപ്പം എന്തായിരിക്കും ഫൈൻഡിങ്? ദ പേഷ്യന്റ് എക്സ്പീരിയൻസസ് പെയിൻ ഇൻ ദ കാഫ് ഓർ ബിഹൈൻഡ് ദ നീ ഡ്യൂറിംഗ് ഡോർസിഫ്ലെക്ഷൻ ആൻഡ് ദ ടെസ്റ്റ് ഈസ് കൺസിഡർഡ് പോസിറ്റീവ് ഫോർ ഹോമാൻ സൈൻ. അതാണ് ഞാൻ പറഞ്ഞത്. പെയിൻ ഉണ്ടാവും എപ്പോഴാണ്? ഡോർസിഫ്ലെക്ഷൻ ഓഫ് ദ ഫൂട്ട് കോസ് പെയിൻ ഇൻ ദ കാഫ് ഓർ ബിഹൈൻഡ് ദ നീ. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോമാൻ സൈൻ എന്ന് പറയുന്നത്. സോ ക്ലിയർ ആയല്ലോ? സോ ഇവിടെ നിന്നും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അടുത്തൊരു കാര്യമാണ്, നമുക്ക് ഇത് ആക്ച്വലി ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ? ഹോമാൻ സൈൻ എലിസിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? അൾട്രാസൗണ്ട് ചെയ്യുക. അൾട്രാസൗണ്ട് എല്ലാവർക്കും അറിയാല്ലേ? അതായത് വീനസ് ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട്. ഓക്കെ, ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഈ ബ്ലഡ് ഫ്ലോ എല്ലാം കാണാൻ പറ്റും. അതായത് ആർട്ടീരിയൽ ബ്ലഡ് ആണോ വീനസ് ബ്ലഡ് ആണോ എന്നുള്ളത് ഒരു കളർ ഡോപ്ലർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സോ വീനസ് ഡ്യൂപ്ലെക്സ് അൾട്രാസൗണ്ട് എന്താണ്? ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ ഡയഗ്നോസിങ് DVT അല്ലെങ്കിൽ ഡീപ് വെയിൻ ത്രോംബോസിസ്. അതുകൂടാതെ നമുക്ക് D-dimer ടെസ്റ്റ് ഉണ്ടല്ലോ. എന്താണ് D-dimer ടെസ്റ്റ്? ബ്ലഡ് ടെസ്റ്റ് ഹെൽപ് ടു ഡിറ്റക്ട് അബ്നോർമൽ ക്ലോട്ടിംഗ് ആക്ടിവിറ്റി. നമ്മളെ ബ്ലഡ് കൂടുതലായിട്ട് ക്ലോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റ് ആണ് നമ്മൾ D-dimer ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ റെഗുലർ ക്ലാസ്സിൽ കവർ ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് അതിന്റെ മാനേജ്മെന്റ്. ഓക്കെ, നമുക്ക് ഈ DVT ഉള്ള പേഷ്യന്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഒന്നാമത്തെ കാര്യം സപ്പോർട്ടീവ് മെഷേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ബെഡ് റെസ്റ്റ്. ഓക്കെ, ബെഡ് റെസ്റ്റ് നമ്മൾ പേഷ്യന്റ് പറയാം. കാരണം എന്താണ്? പേഷ്യന്റ് കൂടുതലായിട്ട് ആ ലിംബ്, അതായത് DVT ഉള്ള പേഷ്യൻസ്, DVT ഇല്ലാത്ത പേഷ്യൻസ് അല്ല, DVT ഇല്ലാത്ത പേഷ്യൻസ് നടക്കുക തന്നെ ചെയ്യണം. കാരണം എന്തെങ്കിലും അവർക്ക് ഈ DVTയുടെ റിസ്ക് കുറയത്തുള്ളൂ. അതേസമയം DVT വന്ന പേഷ്യൻസ് എന്ത് ചെയ്യുക? അവർക്ക് മാക്സിമം ബെഡ് റെസ്റ്റ് കൊടുക്കുക. കാരണം എന്താണ്? ഈ ത്രോംബസ്, ഓക്കെ, DVT എന്ന് പറയുന്ന ഈ ത്രോംബസ് ഡിസ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്? എലിവേറ്റ് ദ എക്സ്ട്രിമിറ്റി അബവ് ദ ഹാർട്ട് ലെവൽ. ഓക്കെ, നമ്മുടെ ഹാർട്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് എക്സ്ട്രിമിറ്റി ഉയർത്തി വെക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്ന്, എഡിമ ഉണ്ടാകാനുള്ള ചാൻസ് കുറയും. ഓക്കെ, ഈ നമ്മുടെ എക്സ്ട്രിമിറ്റി ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ എഡിമ ഉണ്ടാകാനുള്ള ചാൻസ് കുറയും. രണ്ടാമത്തെ കാര്യം എന്താണ്? അത് വീനസ് റിട്ടേണിനെ കൂട്ടും അല്ലെ? വീനസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിൻസിൽ നിന്ന് നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് വരുന്നതിനാണ് നമ്മൾ വീനസ് റിട്ടേൺ എന്ന് പറയുന്നത്. കാല് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ലോവർ എക്സ്ട്രിമിറ്റീസ് എന്നുള്ള ബ്ലഡ് കൂടുതലായിട്ട് അല്ലെങ്കിൽ വേഗം നമ്മുടെ ഹാർട്ടിലേക്ക് എത്തും. സോ എലിവേറ്റ് ദ അഫക്റ്റഡ് എക്സ്ട്രിമിറ്റി അബവ് ദ ഹാർട്ട് ലെവൽ. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, പലപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്, നമ്മൾ എന്ത് എഡ്യൂക്കേഷൻ കൊടുക്കും എന്നുള്ളത്. ഡു നോട്ട് മസാജ് ടു എക്സ്ട്രിമിറ്റി. ഈ എക്സ്ട്രിമിറ്റി, അതായത് അഫക്റ്റഡ് എക്സ്ട്രിമിറ്റി നമ്മൾ തടവരുത് അല്ലെങ്കിൽ മസാജ് ചെയ്യരുത്. കാരണം എന്താണ്? അവിടെ നിന്ന് ഈ ക്ലോട്ട് ഡിസ്ലോഡ്ജ് ആകാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നാലാമത്തെ കാര്യം, ആന്റി എംബോളിസം സ്റ്റോക്കിങ്സ്. അതെന്താണ്? അത് ആക്ച്വലി ഒരു സപ്പോർട്ടീവ് മെഷർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ വീനസ് റിട്ടേണിനെ കുറയ്ക്കാനായിട്ട്, വീനസ് സ്റ്റാസിസിനെ കുറയ്ക്കാനായിട്ട്. വീനസ് സ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ വീനസ് ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കുന്ന അവസ്ഥയുണ്ടല്ലോ. സോ അതിനെ കുറയ്ക്കാനായിട്ട്, ടു റെഡ്യൂസ് ദ വീനസ് സ്റ്റാസിസ് ആൻഡ് ഇൻക്രീസ് ദ വീനസ് റിട്ടേൺ ടു ദ ഹാർട്ട്. സോ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആന്റി എംബോളിസം സ്റ്റോക്കിങ്സ് നമുക്ക് യൂസ് ചെയ്യാം. ദെൻ മോണിറ്റർ ദ സൈൻസ് ഓഫ് പൾമിനറി എംബോളി. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ കോമൺ ആയിട്ട് വളരെ സിവിയർ ആയിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ് പൾമിനറി എംബോളിസം അല്ലെ? സോ ഈ പൾമിനറി എംബോളിസം ഉണ്ടാകാനുള്ള
അല്ലെങ്കിൽ പൾമിനറി എംബോളിസത്തിന്റെ സൈൻസ് നമ്മൾ അല്ലെങ്കിൽ സിംറ്റംസ് നമ്മൾ മോണിറ്റർ ചെയ്യണം. എന്തൊക്കെയാ അത്? ഡിസ്നിയ, ദെൻ ചെസ്റ്റ് പെയിൻ. ഓക്കെ, ഡിസ്നിയയും ചെസ്റ്റ് പെയിനും ഒക്കെ നമ്മൾ പേഷ്യൻസിനെ മോണിറ്റർ ചെയ്യണം. ദെൻ മെഷർ ദ സർക്കംഫറൻസ് ഓഫ് ദ തൈയുടെ സർക്കംഫറൻസ് നമ്മൾ പീരിയോഡിക്കലി മെഷർ ചെയ്യണം. രണ്ട് തൈയുടെയും മെഷർ ചെയ്യണം. എന്നിട്ട് രണ്ടും കമ്പയർ ചെയ്യണം. ഓക്കെ, അതായത് അഫക്റ്റഡിന്റെയും അൺഅഫക്റ്റഡിന്റെയും നമ്മൾ കമ്പയർ ചെയ്യണം. ദെൻ അത് പ്രോപ്പറായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ദെൻ അഡ്മിനിസ്റ്റർ വാം മോയിസ്റ്റ് കംപ്രസ്. ഓക്കെ, വാം മോയിസ്റ്റ് കംപ്രസ്. അതുകൂടാതെ ഇതാണ് ഇവിടെ ആന്റി എംബോളിസം സ്റ്റോക്കിങ്സ്, ദെൻ ഇതാണ് കംപ്രഷൻ സ്റ്റോക്കിങ്സിന്റെ ഇമേജസ്. ഇതുകൂടാതെ നമുക്ക് ഫാർമക്കോളജിക്കൽ തെറാപ്പി അല്ലെങ്കിൽ എന്തൊക്കെ നമുക്ക് ഡ്രഗ്സ് കൊടുക്കാം ഈ പേഷ്യൻസിന്. ഓക്കെ, സോ അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് അഡ്മിനിസ്റ്റർ ത്രോംബോലിറ്റിക് തെറാപ്പി. എന്താണ് ത്രോംബോലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്? അതായത് ഫോം ചെയ്ത ത്രോംബസിനെ ലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യുന്ന തെറാപ്പിയാണ് നമ്മൾ ത്രോംബോലിറ്റിക് തെറാപ്പി എന്ന് പറയുന്നത്. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്താണ്? TPA എന്ന് പറയും അല്ലേ, അതായത് ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. സോ TPA യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലോട്ടിനെ ലൈസ് ചെയ്ത് കളയാനായിട്ട് കഴിയും. ഓക്കെ, രണ്ടാമത്തെ കാര്യം ഹെപ്പാരിൻ തെറാപ്പി. എന്താണ് ഹെപ്പാരിൻ തെറാപ്പി? ഹെപ്പാരിൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ക്ലോട്ടിനെ ലൈസ് ചെയ്യുന്നില്ല, അവിടെ ക്ലോട്ട് ഫർദർ ആയിട്ട് ഫോം ചെയ്യാനുള്ള റിസ്കിനെ അവിടെ കുറയ്ക്കുക ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങളിത് ഓർത്തിരിക്കുക, ത്രോംബോലിറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞാൽ ഫോം ചെയ്ത ത്രോംബസിനെ അത് ലൈസ് ചെയ്ത് കളയും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയും. ഓക്കെ, സോ അതിന് യൂസ് ചെയ്യുന്നതാണ് TPA എന്നൊക്കെ പറയുന്ന സാധനം. ഹെപ്പാരിൻ തെറാപ്പി എന്താ ചെയ്യുന്നത്? അതൊരു ആന്റി കൊയാഗുലന്റ് ആണ്. അതായത് ഈ ബ്ലഡിനെ ക്ലോട്ട് ചെയ്യുന്നത് അത് ഫർദർ പ്രോഗ്രസ് ചെയ്യുന്നതിനെ കുറയ്ക്കുക ചെയ്യുന്നത് കേട്ടോ, ഹെപ്പാരിൻ തെറാപ്പി. സോ ഈ ഹെപ്പാരിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എക്സാമിന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹെപ്പാരിൻ തെറാപ്പി. അല്ലെങ്കിൽ പേഷ്യന്റ് ഹെപ്പാരിൻ ആണെങ്കിൽ ഹെപ്പാരിൻ പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും? എന്തിനാണ്? തെറാപ്യൂട്ടിക് എഫിക്കസി. ഓക്കെ, അതായത് നമ്മൾ കൊടുക്കുന്ന ഹെപ്പാരിൻ പേഷ്യന്റിന് പ്രയോജനപ്പെടുന്നുണ്ടോ എന്നറിയാനായിട്ട് നിങ്ങൾ എന്ത് ടെസ്റ്റ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോണിറ്റർ APTT. എന്താണ് APTT? ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം. ഓക്കെ, സോ APTT മോണിറ്റർ ചെയ്യണം ഹെപ്പാരിൻ തെറാപ്പി കിട്ടുന്ന പേഷ്യൻസിന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വേറൊരു കാര്യം കൂടി ഹെപ്പാരിനായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞോട്ടെ. ഹെപ്പാരിന്റെ ആന്റിഡോട്ട് എന്താണ്? വാട്ട് ഇസ് ആന്റിഡോട്ട് ഓഫ് ഹെപ്പാരിൻ? അതായത് പ്രോട്ടാമിൻ സൾഫേറ്റ് അല്ലേ, പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ്. പ്രോട്ടാമിൻ സൾഫേറ്റ് ആണ് നമ്മുടെ ആന്റിഡോട്ട് ഓഫ് ഹെപ്പാരിൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ വാർഫാരിൻ ഫോളോഡ് ബൈ ഹെപ്പാരിൻ തെറാപ്പി. സോ സപ്പോസ് നിങ്ങൾ ഇത് ഓർത്തിരിക്കുക, ഈ വാർഫാരിൻ. ഓക്കെ, വാർഫാരിൻ കിട്ടുന്ന പേഷ്യൻസ് നമ്മൾ എന്ത് മോണിറ്റർ ചെയ്യണം? വാർഫാരിനും ഒരു ആന്റി കൊയാഗുലന്റ് ആണ്. സോ വാർഫാരിൻ കിട്ടുന്ന പേഷ്യൻസ് നിങ്ങൾ മോണിറ്റർ PTA. എന്താണ് PTA? പ്രോത്രോംബിൻ ടൈം ആൻഡ് INR. എന്താണ്? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ അല്ലെ. സോ ഇത് രണ്ടും നമ്മൾ മോണിറ്റർ ചെയ്യണം വാർഫാരിൻ കിട്ടുന്ന പേഷ്യൻസിന്. ഓക്കെ, സോ വാർഫാരിന്റെ ആന്റിഡോട്ട് എന്താണ്? വൈറ്റമിൻ K അല്ലെ, വൈറ്റമിൻ K ആണ്. ഈ വാർഫാരിന്റെ ആന്റിഡോട്ട്. ഓക്കെ, സോ അതുകൂടാതെ നമുക്ക് വേറെ എന്തൊക്കെ ഡിവൈസ് യൂസ് ചെയ്യാം? സോ വി ക്യാൻ യൂസ് ഇൻഫീരിയർ വിന കാവ ഫിൽറ്റർ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇൻഫീരിയർ വിന കാവ ഫിൽറ്റർ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഡീപ് വെയിൻ, അതായത് നമ്മുടെ സാധാരണ ലോവർ ലിംസിലാണ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് അല്ലേ. സോ അവിടെ നിന്ന് ക്ലോട്ട് ഡിസ്ലോഡ് ചെയ്ത് എംബോളിയായി ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഹാർട്ടിൽ എത്താവുന്ന ചാൻസ് നമ്മൾ കുറയ്ക്കണം അല്ലെ. സോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ എന്താണ് ഇൻഫീരിയർ വിനകാവ ഫിൽറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇൻഫീരിയർ വിനകാവ ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഡയഗ്രത്തിൽ കാണാം, കണ്ടോ, ഇതൊരു ഫിൽറ്റർ പോലെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന അരിപ്പയുണ്ടല്ലോ, നമ്മുടെ ചായയൊക്കെ അരിക്കാനുള്ള അരിപ്പ. സോ അതുപോലെ ഒരു ഡിവൈസ് ആണ് നമ്മൾ ഇൻഫീരിയർ വിനകാവയിൽ വയ്ക്കും. സോ അപ്പം ആ കേസിൽ എന്ത് ചെയ്യും? ഈ ക്ലോട്ട് അവിടെ നിന്ന് ഡിസ്ലോഡ് ആയി കഴിഞ്ഞാലും അത് ഹാർട്ടിൽ എത്തുന്നത് അതെന്താണെങ്കിലും ഇൻഫീരിയർ വിനകാവ വഴിയാണല്ലോ ഹാർട്ടിൽ എത്തത്തുള്ളൂ. സോ ഹാർട്ടിൽ എത്താനുള്ള ചാൻസ് കുറയ്ക്കുക ചെയ്യുന്നത് നമ്മൾ ഇൻഫീരിയർ വിനകാവ ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ. സോ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ പേഷ്യൻസ് ഹു കനോട്ട് റിസീവ് ആന്റികൊയാഗുലൻസ്. ചിലപ്പോൾ ചില കേസിലൊക്കെ നമുക്ക് ആന്റികൊയാഗുലൻ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് ആന്റികൊയാഗുലൻസ് ആ പേഷ്യൻസിന് കോൺട്രാ ഇൻഡിക്കേറ്റ് ആയിരിക്കും. സോ ആ കേസിലൊക്കെ നമുക്ക് ഇൻഫീരിയർ വിനകാവ ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. സോ ഇതാണ് DVT. സോ ഈ രീതിയിലായിരിക്കും നമുക്ക് DVT മാനേജ് ചെയ്യാൻ കഴിയുക. സോ അപ്പം നമ്മൾ ഏത് രീതിയിൽ ഇത് പഠിച്ചത്? നമ്മൾ ആദ്യം ഒരു അനിമേഷൻ വീഡിയോ കണ്ടു. സോ അതിലൂടെ നമ്മൾ കണ്ടീഷൻ നമ്മൾ എന്താണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അതിനെക്കുറിച്ച് തിയറിറ്റിക്കലി അല്ലെങ്കിൽ തിയറി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സോ ഈ രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് നടത്തപ്പെടുക. സോ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ എവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയില്ല നിങ്ങൾ ഇവിടെ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയത്തില്ല. പക്ഷെ എവിടെ ജോയിൻ ചെയ്ത് പഠിച്ചാലും ജോയിൻ ചെയ്യാതെ പഠിച്ചാലും വളരെ നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്ത് ഉന്നത വിജയം നേടുക കേട്ടോ. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? DVT, അതിന്റെ റിസ്ക് ഫാക്ടേഴ്സ് പഠിച്ചു, വെർച്ചോഫ് ട്രയാഡ് പഠിച്ചു, ഹോം ആൻഡ് സൈൻ പഠിച്ചു, പിന്നെ അതിന്റെ സിംറ്റംസ് പഠിച്ചു, ഡയഗ്നോസിസ് പഠിച്ചു, അതിന്റെ മാനേജ്മെന്റ് പഠിച്ചു. സോ ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കാം. സോ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എഡ്യൂസ് അക്കാഡമിയിലെ നമ്മുടെ DME സ്റ്റാഫ് നഴ്സിന്റെയും DME JPHന്റെയും ക്ലാസ്സുകൾ നടന്നു വരുന്നു.
പുതിയ ബാച്ച് ഒക്കെ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്യുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സസിലും ജോയിൻ ചെയ്യുക. സോ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക.